ഓ മിസ്റ്റർ ഷെർലക് ഹോംസ്, അവൾ എൻ്റെ സുഹൃത്തിനെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജെയിംസ് അത് ചെയ്യുമെന്ന് എനിക്കറിയാം. അതറിഞ്ഞുകൊണ്ട് വേണം താങ്കൾ ജോലി ആരംഭിക്കാൻ. അക്കാര്യത്തിൽ സംശയിക്കരുത്. ചെറുപ്പം മുതൽക്കേ ഞങ്ങൾക്ക് പരസ്പരം അറിയും. ഒരു പാറ്റയെ പോലും വേദനിപ്പിക്കാൻ കഴിയാത്തത്ര ലോല ഹൃദയനാണ് അയാൾ. അദ്ദേഹത്തെ ശരിക്കറിയാവുന്ന ആർക്കും ഈ കുറ്റം ചുമത്തൽ പരമ അബദ്ധമാണെന്നറിയാം. മിസ്റ്റർ ടർണർ, നമുക്ക് അയാളെ സ്വതന്ത്രനാക്കാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിച്ചുള്ളൂ, ഷെർലക് ഹോംസ് പറഞ്ഞു. പക്ഷേ നിങ്ങൾ തെളിവുകൾ വായിച്ചില്ലേ? സത്യത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതിന് സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് കേട്ടപ്പോൾ പൂർവാധികം ആവേശത്തോടെ യുവതി പറഞ്ഞു. ജെയിംസ് ഒരിക്കലും അത് ചെയ്തിട്ടില്ല. പിന്നെ പിതാവുമായി അയാൾ വഴക്കടിച്ചതിൻ്റെ കാരണത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയാത്തതിൻ്റെ കാരണം അതെന്നെ ബാധിക്കുന്നത് കൊണ്ടാണെന്ന് എനിക്കറിയാം. എങ്ങനെ? ഹോംസ് ചോദിച്ചു. ജെയിംസിനും അയാളുടെ പിതാവിനും എന്നെക്കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. മിസ്റ്റർ മക്കാർത്തിക്ക് ഞങ്ങൾ ഉടൻ വിവാഹിതരാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ജെയിംസും ഞാനും സഹോദരന്മാരെ പോലെയാണ് സ്നേഹിച്ചിരുന്നത്. അദ്ദേഹത്തിന് ചെറുപ്പമാണ്, ജീവിതം എന്തെന്നറിഞ്ഞിട്ടില്ല. അതിനാൽ അവർ വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു. അതും അങ്ങനെയാവണമെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. അങ്ങനെയൊരു ബന്ധത്തിന് നിങ്ങളുടെ അച്ഛൻ അനുകൂലമായിരുന്നോ? ഹോംസ് ചോദിച്ചു. അല്ല, അദ്ദേഹം അതിന് എതിരായിരുന്നു. മിസ്റ്റർ മക്കാർത്തിക്കല്ലാതെ മറ്റാരും അതിനാഗ്രഹിച്ചിരുന്നില്ല. ഈ വിവരങ്ങൾ തന്നതിന് നന്ദി. നാളെ ഞാൻ വന്നാൽ നിങ്ങളുടെ അച്ഛനെ കാണാനൊക്കുമോ? അദ്ദേഹം ചോദിച്ചു. ഡോക്ടർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഡോക്ടറോ? ആ, വർഷങ്ങളായി പാവം അച്ഛന് ശക്തിയില്ലാതെ ആയിരിക്കുകയായിരുന്നു. എന്നാൽ ഇത് അദ്ദേഹത്തെ പൂർണ്ണമായി തളർത്തിക്കളഞ്ഞു. കട്ടിലിൽ വീണ അദ്ദേഹത്തിൻ്റെ ഞരമ്പുകളാകെ തകർന്നിരിക്കുകയാണെന്നാണ് ഡോക്ടർ വില്യംസ് പറഞ്ഞത്. വിക്ടോറിയയിൽ പണ്ട് മുതൽക്കേ അച്ഛനെ അറിയുന്നതിൽ മിസ്റ്റർ മക്കാർത്തി മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ. വിക്ടോറിയയിലോ? ആ സ്വർണ്ണഖനികളിൽ നിന്നുമാണ് മിസ്റ്റർ ടർണർ സ്വർണം സമ്പാദിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, തീർച്ചയായും. വളരെ നന്ദി മിസ്റ്റർ ടർണർ. നിങ്ങൾ എനിക്ക് കാര്യമായ സഹായം നൽകി. കയറി വന്നതുപോലെ തന്നെ ധൃതിയിൽ അവൾ മുറിവിട്ടു. വടിയിലൂടെ വണ്ടിച്ചക്രങ്ങൾ ഉരുളുന്ന ശബ്ദം ഞാൻ കേട്ടു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഹോംസ് പറഞ്ഞു. ഫെർഫോർഡിന് പോകാൻ തീവണ്ടിക്കിനെയും സമയമുണ്ടല്ലോ. ഈ രാത്രി തന്നെ നമുക്ക് അയാളെ കാണണം. ജെയിംസിനെ. എന്തു പറയുന്നു? തീർച്ചയായും. ലെസ്ട്രേഡ് മനസ്സില്ലാ മനസ്സോട് സമ്മതിച്ചു. ഞാനും അവരോടൊപ്പം സ്റ്റേഷൻ വരെ നടന്നു. പിന്നെ ആ ചെറിയ പട്ടണത്തിലെ വീഥികളിലൂടെ അലങ്ങി നടന്നു. ഒടുവിൽ ഹോട്ടലിലേക്ക് മടങ്ങി. സോഫയിൽ കിടന്ന് ഒരു മഞ്ഞക്കവറുള്ള നോവലിൽ മുഴുകാൻ ശ്രമിച്ചു. ഷെർലക് ഹോംസ് മടങ്ങിയെത്തിയപ്പോൾ രാത്രി ഏറെയായി. ലെസ്ട്രേഡ് പട്ടണത്തിലെ ഒരു ഹോട്ടലിൽ തങ്ങിയതിനാൽ അദ്ദേഹം തനിയെയാണ് വന്നത്. ഇരുന്നപ്പോഴദ്ദേഹം അഭിപ്രായപ്പെട്ടു, ആ സ്ഥലത്തേക്ക് നാം പോകും മുമ്പ് മഴ പെയ്യരുതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം അതുപോലെ ഒരു നല്ല ജോലി ചെയ്യാൻ ഒരു മനുഷ്യൻ സൂക്ഷ്മതയും ഉണർവും ഉള്ള സമയമേ തിരഞ്ഞെടുക്കാവൂ. ഞാൻ മക്കാർത്തി പയ്യനെ കണ്ടു. അവനിൽ നിന്ന് എന്താണ് അറിഞ്ഞത്? ഒന്നുമില്ല. മറ്റെല്ലാവരെയും പോലെ അയാളും കുഴങ്ങിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ബുദ്ധിയുള്ളവനാണെന്ന് തോന്നുന്നു. ഈ മിസ്റ്റർ ടർണറെ പോലെ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയെ വിവാഹം ചെയ്യാൻ വിസമ്മതിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ അയാളുടെ അഭിരുചിയെ എനിക്ക് അനുമോദിക്കാൻ വയ്യ. അവിടെയാണ് ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയുള്ളത്. ഈ പയ്യൻ ഭ്രാന്തമായി അവളെ സ്നേഹിക്കുന്നു. ഈ പെൺകുട്ടി 5 കൊല്ലം ഒരു ബോർഡിംഗ് സ്കൂളിലായിരുന്നു. അന്ന് ബാലനായിരിക്കെ ബ്രിസ്റ്റളിലെ ഒരു മദ്യശാലയിലെ പരിചാരികയുടെ പിടിയിലായ ഈ വിട്ടിക്ക് അവളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിക്കേണ്ടി വന്നു. ആർക്കും ഇതേക്കുറിച്ച് അറിഞ്ഞുകൂടാ. സത്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ലാതെ അയാളെ ക്രൂരനായ ആ പിതാവ് വലിച്ചെറിഞ്ഞേനെ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ മദ്യശാലയിലെ ആ പരിചാരികയോടൊപ്പമാണ് അയാൾ ബ്രിസ്റ്റളിൽ കഴിഞ്ഞത്. എന്നാൽ അയാൾ എവിടെയായിരുന്നുവെന്ന് പിതാവ് അറിഞ്ഞിരുന്നില്ല. എന്തായിരുന്നാലും തിന്മയിൽ നിന്നും ഒരു നന്മയുണ്ടായിട്ടുണ്ട്. അയാൾ ആകെ കുഴപ്പത്തിലാണെന്ന് പത്രങ്ങളിൽ നിന്നും അറിഞ്ഞ അവൾ നിശ്ലേഷം തഴഞ്ഞു കളഞ്ഞു. അവനുമായി അവൾക്കൊരു ബന്ധവുമില്ലെന്നും ബെർമുഡ ഡോക്ക് യാർഡിൽ അവൾക്ക് ഒരു ഭർത്താവുണ്ടെന്ന് പറയണമെന്നും അവൾ അയാൾക്ക് എഴുതിയിട്ടുണ്ട്. ഹോംസ് തുടർന്നു. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ പ്രധാനമായും 2 കാര്യങ്ങളിലേക്ക് ആകർഷിക്കട്ടെ. 1. കൊല ചെയ്യപ്പെട്ട ആൾ തടാകത്തിനരികിൽ ആരുമായോ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു. ആ മനുഷ്യൻ തീർച്ചയായും സ്വന്തം മകനാവില്ലല്ലോ.
കാരണം ദൂരെ എവിടെയോ ആയിരുന്ന മകൻ മടങ്ങിയെത്തി എന്നറിയാതെ അയാൾ അവനെ കൂവി വിളിച്ചു എന്നതാണ്. മർമ്മപ്രധാനമായ ഈ 2 കാര്യങ്ങളിലാണ് ഈ കേസ് നിലനിൽക്കുന്നത്. അടുത്ത ദിവസം ഹോംസ് പ്രവചിച്ചതുപോലെ തന്നെ മഴയുണ്ടായിരുന്നില്ല. 9 മണിക്ക് വണ്ടിയുമായി ലെസ്ട്രേഡിലെത്തി. ഫാദർ ഫാമിലേക്കും ബോസ്കോം താഴ്വരയിലേക്കും ഞങ്ങൾ പുറപ്പെട്ടു. രാവിലെ ഒരു പ്രധാന വാർത്തയുണ്ട്, ലെസ്ട്രേഡ് പറഞ്ഞു. ഹാളിലെ മിസ്റ്റർ ടർണർക്ക് അസുഖം വളരെ കൂടുതലാണെന്നും ജീവൻ തന്നെ അപകടത്തിലാണെന്നും പറയുന്നു. പ്രായമുള്ളയാളാണോ? ഹോംസ് ചോദിച്ചു. ഏതാണ്ട് 60ഓടടുത്ത്. പക്ഷേ വിദേശത്ത് താമസം അയാളെ ആകെ തകർത്തു കളഞ്ഞു. കുറേ നാളായി ആരോഗ്യം ക്ഷയിച്ചു വരികയായിരുന്നു. മക്കാർത്തിയുടെ മരണം അയാളെ ആകെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്, ഹോംസ് പറഞ്ഞു. ഇടതുവശത്ത് കാണുന്നത് ഫാദർലി ഫാമാണെന്ന് ഞാൻ കരുതുന്നു. അതെ, അതുതന്നെ. അത് വിശാലമായ 2 നിലയുള്ള സ്ലേറ്റ് കല്ലുമേഞ്ഞതും ഭിത്തി മുഴുവൻ കൽപ്പായൽ പിടിച്ച് നരച്ചതും അടങ്ങിയ കവാടങ്ങളും പുകയില്ലാത്ത ചിമ്മിനികളുമുള്ളതായിരുന്നു. ഞങ്ങൾ വാതിൽക്കൽ മുട്ടി. ഹോംസിന്റെ അപേക്ഷ പ്രകാരം വേലക്കാരി മരണസമയം അവളുടെ യജമാനൻ ധരിച്ചിരുന്ന ബൂട്ടുകൾ ഞങ്ങളെ കാണിച്ചു. മകന്റെയും ഒരു ജോഡി ഷൂസുകൾ അവൾ കാട്ടിത്തന്നു. അവിടെ നിന്നും ഒരു വളഞ്ഞ പാതയിലൂടെ ഞങ്ങൾ ബോസ്കോം താഴ്വരയിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ മുഖം വിളറിയിരുന്നു. നെറ്റിയിൽ 2 കറുത്ത വരകൾ വീണു. കണ്ണുകളിൽ നല്ല തിളക്കം വന്നു. മൂക്ക് വിടർന്നു. പുൽപ്പരപ്പിനിടയിലെ ബോസ്കോം തടാകത്തിലേക്ക് നയിക്കുന്ന പാതയിലൂടെ അദ്ദേഹം വേഗം നിശബ്ദനായി നടന്നു. അപ്രദേശമാകെ നനവുള്ള ചതുപ്പ് നിലമായിരുന്നു. അവിടെ പാതയിലും പുൽപ്പരപ്പിലും പതിഞ്ഞ അനേകം കാൽപ്പാടുകൾ ഇടതുവശത്തേക്കും കയറിപ്പോയതായി കാണാനുണ്ടായിരുന്നു. ധനികനായ മിസ്റ്റർ ടർണറുടെ സ്വകാര്യ പാർക്കിനും ഫാദർ ഫാമിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ബോസ്കോം തടാകത്തിൽ ഏതാണ്ട് 50 വാരയോളം ഈറ്റകൾ വെള്ളത്തിൽ മൂടിക്കിടക്കുകയാണ്. കാടിന് മീതെ എതിർവശത്ത് ധനികനായ ഭൂവുടമയുടെ താമസ സ്ഥലമെന്ന് വിളിച്ചോതുന്ന കെട്ടിടം കാണാം. തടാകക്കരയിൽ ഫാദർ ഫാമിന്റെ വശത്ത് ഇടതങ്ങി വളർന്ന കാടാണ്. തടാകത്തിലേക്ക് നിരനിരയായി നിൽക്കുന്ന ഈറ്റകളുടെയും മരങ്ങളുടെയും ഇടയിൽ 20 ചുവടുകൾ ഓളമുള്ള ഇടുങ്ങിയ ഒരു പുൽപ്പാതയുണ്ട്. ശവശരീരം കാണപ്പെട്ട യഥാർത്ഥ സ്ഥലം ലെസ്ട്രേഡ് ഞങ്ങളെ കാട്ടി. വളരെ നനവുള്ള പ്രദേശമായിരുന്നതിനാൽ അടികൊണ്ട് വീണ മനുഷ്യന്റെ കാൽപ്പാടുകൾ എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. ഹോംസിന്റെ തുറച്ച കണ്ണുകളിലും ശ്രദ്ധാപൂർണമായ മുഖഭാവത്തിലും നിന്ന് ചവിട്ടി മെതിക്കപ്പെട്ട ആ സ്ഥലത്തു നിന്നും അദ്ദേഹം മറ്റനേകം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ഊഹിക്കാൻ കഴിഞ്ഞു. മണം പിടിച്ചോടി നടക്കുന്ന ഒരു നായയെപ്പോലെ അദ്ദേഹം അവിടാകെ ഓടി നടന്നു. അദ്ദേഹം കണ്ണാടിയെടുത്ത് നനവ് പറ്റാതെ ശരിക്കു കാണാനായി നോക്കി. ഈ സമയമൊക്കെ ഞങ്ങളോട് സംസാരിക്കുന്നതിനേക്കാൾ അദ്ദേഹം അദ്ദേഹത്തോട് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒടുവിൽ ഞങ്ങളെല്ലാം കാട്ടിനരികിൽ ആ അടുത്ത പ്രദേശത്തുള്ള ഏറ്റവും വലിയ ഒരു ബീച്ച് മരത്തണലിൽ എത്തി. ഹോംസ് ഇതിലൂടെ മറുവശത്തേക്ക് പോയി. സംതൃപ്തിയുടെ ഒരു ലാഞ്ചന ആ മുഖത്ത് കാണാനുണ്ടായിരുന്നു. വളരെ നേരം അദ്ദേഹം അവിടെ നിന്ന് താൻ സമ്പാദിച്ച ഉണക്ക കമ്പുകളും ഇലകളും പരിശോധിച്ചു. അരികുകൾ ഇല്ലാത്ത ഒരു പരുക്കൻ കല്ല് പുല്ലിനിടയിൽ കിടപ്പുണ്ടായിരുന്നു. അതും അദ്ദേഹം ശ്രദ്ധാപൂർവം പരിശോധിച്ചു. നോക്കിയ ശേഷം ആ കല്ല് അദ്ദേഹം അയാളുടെ കയ്യിലെടുത്തു വെച്ചു. പിന്നെ കാട്ടിലെ വഴിത്താരയിലൂടെ അദ്ദേഹം നാട്ടുവഴി നടന്നു. നല്ല രസമുള്ള കേസാണിത്, തൻ്റെ സ്വാഭാവിക രീതിയിലേക്ക് വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. വലതുവശത്തുള്ള ഈ ചാരനിറമുള്ള വീടാണ് ആ ലോഡ്ജ് എന്ന് എനിക്ക് തോന്നുന്നു. അകത്ത് പോയി മോനറുമായി ഒരു വാക്കെനിക്ക് സംസാരിക്കണം. ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. നിങ്ങൾ വണ്ടിയുടെ അരികിലേക്ക് നടന്നോളൂ, ഞാനിപ്പോൾ വന്നേക്കാം. ഞങ്ങൾ വണ്ടിയിൽ കയറി 10 മിനിറ്റാവും മുമ്പ് തിരിച്ച് റോസിലെത്തി. നാട്ടിൽ നിന്നെടുത്ത ആ കല്ല് അപ്പോഴും ഹോംസിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് പുറത്തെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടാക്കിയേക്കാം. ലെസ്ട്രേഡ് കൊലപാതകം നടത്തിയത് ഇതുകൊണ്ടാണ്. മുറിവുകൾക്ക് അനുയോജ്യമാണത്. മറ്റേതെങ്കിലും ഒരു ആയുധത്തിൻ്റെ പാട് അവിടെയില്ല. കൊലപാതകിയോ? ഒരു നീണ്ട മനുഷ്യൻ. ഇടത് കയ്യനാണ് അയാൾ. വലത് കാലിന് മുടന്തുള്ളവൻ. വേട്ടയ്ക്ക് പോകുമ്പോൾ ധരിക്കുന്ന കട്ടിയുള്ള സോളുള്ള ബൂട്ട് ധരിക്കുന്നവൻ. ചാരനിറമുള്ള വസ്ത്രവും ഇന്ത്യൻ ചുരുട്ടും വലിക്കുന്നവൻ. ചുരുട്ട് പിടികൊണ്ട് നടക്കാറുണ്ട്. ഇനിയും പല സൂചനകളുണ്ട്. എന്നാൽ നമ്മുടെ അന്വേഷണത്തിന് ഇത്രയും മതിയാകും. ലെസ്ട്രേഡ് ചിരിച്ചു. അപ്പോൾ രഹസ്യമോ? അത് കണ്ടുപിടിച്ചു. എങ്കിൽ ആരാണ് കുറ്റവാളി? ഞാൻ പറഞ്ഞ ആ മാന്യൻ.
അതാരാണ്? തീർച്ചയായും അയാളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇതത്ര ആൾപ്പാർപ്പ് കൂടുതലുള്ള സ്ഥലമല്ല. ലെസ്ട്രേഡ് തോളുകൾ കുലുക്കി തൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ലെസ്ട്രേഡിനെ അയാളുടെ മുറിയിൽ വിട്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മുറിയിലേക്ക് പോന്നു. അവിടെ ആഹാരം മേശമേൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഹോംസ് നിശബ്ദനായി ചിന്തയിലാണ്ടിരുന്നു. തുടർന്ന് അദ്ദേഹം വാട്സനോട് പറഞ്ഞു തുടങ്ങി. ആദ്യമായി ഈ കേസ് പരിഗണിക്കുമ്പോൾ 2 കാര്യങ്ങൾ കണക്കിലെടുക്കണം. മക്കാർത്തി പയ്യൻ്റെ വിവരണം പെട്ടെന്ന് പ്രതികരണമുണ്ടാക്കി. എന്നിൽ അയാൾക്ക് അനുകൂലമായും നിങ്ങളിൽ പ്രതികൂലമായും. അയാളെ കാണുന്നതിന് മുമ്പ് തന്നെ അയാളുടെ അച്ഛൻ കൂവിയിരിക്കണം. മറ്റൊന്ന് എലിയെക്കുറിച്ചുള്ള അയാളുടെ പരാമർശമാണ്. പിതാവ് പലതും പറഞ്ഞെങ്കിലും മകന് ഗ്രഹിക്കാൻ കഴിഞ്ഞത് അതുമാത്രമാണ്. ഈ 2 വസ്തുതകളിൽ നിന്നും നമ്മുടെ ഗവേഷണം തുടങ്ങുന്നു. എങ്കിൽ ഈ കൂവൽ എന്താണ്? തീർച്ചയായും അത് മകനെ ഉദ്ദേശിച്ചിട്ട് ഉള്ളതല്ല. അയാൾക്കറിയാവുന്നത് മകൻ ബ്രിസ്റ്റലിലാണെന്നല്ലേ? അപ്പോൾ ആ കൂവൽ നേരത്തെ കാണാൻ നിശ്ചയിച്ചുറച്ചിരുന്ന ആളിന് വേണ്ടിയായിരുന്നു. അത് വ്യക്തമായും ആസ്ട്രേലിയക്കാർ പരസ്പരം ഉപയോഗിക്കുന്ന ഒരു സൂചനയാണ്. ബോസ്കോം താഴ്വരയിൽ വെച്ച് മക്കാർത്തി കാണാൻ ആഗ്രഹിച്ചയാൾ ആസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നുവെന്ന് ശക്തമായിട്ട് ഊഹിക്കാം. എന്നാൽ ആ എലി എന്താണ്? ഷെർലക് ഹോംസ് ചുരുട്ടിയ ഒരു കടലാസ് തൻ്റെ പോക്കറ്റിൽ നിന്ന് മേശപ്പുറത്ത് നിവർത്തി വെച്ചു. വിക്ടോറിയ കോളനിയുടെ ഒരു മാപ്പാണിത്. അതിലൊരു ഭാഗത്ത് കൈവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്തു വായിക്കാം? ബല്ലാർ റാറ്റ്. ശരി തന്നെ, അതാണ് ആ മനുഷ്യൻ പറഞ്ഞ വാക്ക്. അതിൽ അവസാനത്തെ അക്ഷരങ്ങൾ മാത്രമേ അയാളുടെ മകനെ തിരിച്ചറിഞ്ഞുള്ളൂ. കൊലപാതകയുടെ പേര് ഉച്ചരിക്കാൻ അയാൾ ശ്രമിക്കുകയായിരുന്നു. ബെല്ലാർ റാറ്റിലെ ഇന്നയാളെന്ന്. അത് കൊള്ളാമല്ലോ, ഞാൻ അത്ഭുതപ്പെട്ടു. ചാരനിറമുള്ള വസ്ത്രം 3ാമത്തെ ഒരു വസ്തുതയാണ്. മകൻ്റെ വിവരണം ശരിയെന്ന് വെച്ചാൽ അതും ശരിയാക്കാം. ഫാമിലൂടെയോ എസ്റ്റേറ്റിലൂടെയോ മാത്രമേ തടാകത്തിനടുത്തേക്ക് കടക്കാൻ കഴിയുള്ളൂ എന്നതിനാൽ ആ പ്രദേശത്ത് തന്നെ താമസക്കാരായ ഒരുവനായിരിക്കണം ഈ കൃത്യം ചെയ്തത്. തികച്ചും ശരി. അയാളുടെ പൊക്കം അയാളുടെ നടത്തത്തിൻ്റെ വലിപ്പത്തിൽ നിന്നും നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. ബൂട്ടുകളെക്കുറിച്ചും കാൽപ്പാടുകളിൽ നിന്നും പറയാം. വലതുകാൽ എപ്പോഴും ഇടതിനേക്കാൾ അവ്യക്തമായി പതിഞ്ഞിട്ടുള്ളൂ. കാര്യമെന്താണ്? അയാൾ മുടന്തനായിരുന്നു. മരണപ്പെട്ടയാൾക്ക് അടിയേറ്റത് തലയുടെ ഇടതുവശത്താണ്. ഒരു ഇടതുകൈയനാണെങ്കിൽ പിന്നെ അതെങ്ങനെയാണ്? അച്ഛനും മകനും തമ്മിൽ കൂടിക്കാഴ്ച നടന്നപ്പോൾ അയാൾ മരത്തിനെ മറങ്ങി നിന്നു. അവിടെ നിന്ന് ചുരുട്ടും വലിച്ചു. ഞാൻ ചുരുട്ടിൻ്റെ ചാരം കണ്ടു. അതൊരു ഇന്ത്യൻ ചുരുട്ടാണെന്ന് പറയാൻ കഴിഞ്ഞു. ഹോംസ്, നിങ്ങൾ ഈ മനുഷ്യനെതിരെ വിരിച്ചിരിക്കുന്ന വലയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ നിരപരാധിയായ ഒരു മനുഷ്യനെ സത്യത്തിൽ തൂക്കുമരക്കയറിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. മിസ്റ്റർ ജോൺ ടർണർ. ഹോട്ടലിലെ വെയിറ്റർ ഞങ്ങളിരുന്ന മുറിയുടെ വാതിൽ തുറന്ന് ഒരു സന്ദർശകനെ ഉള്ളിലേക്ക് നയിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അകത്തേക്ക് കയറി വന്ന മനുഷ്യൻ വിചിത്രമായ ആകർഷകത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു. പതുക്കെ മുടന്തിയുള്ള നടത്തവും വളഞ്ഞ തോളുകളും അയാൾ വാർദ്ധക്യം കൊണ്ട് ശക്തി ക്ഷയിച്ചവനെന്ന തോന്നൽ ഉളവാക്കി. എങ്കിലും ദൃഢതയുള്ള ഗൗരവമേറിയ മുഖഭാവവും വലിയ അവയവങ്ങളും അയാൾക്ക് അസാധാരണമുള്ള കരുത്തുള്ള ശരീരവും സ്വഭാവവും ഉള്ളതാണെന്ന് വ്യക്തമാക്കി. മാരകവും വിട്ടുമാറാത്തതുമായ എന്തോ ഒരു അസുഖത്തിൻ്റെ പിടിയിലായിരുന്നു അയാളെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ആ സോഫയിലിരിക്കൂ എന്ന് പറഞ്ഞ് ഹോംസ് സൗമ്യമായി ചോദിച്ചു. നിങ്ങൾക്കെൻ്റെ കുറിപ്പ് കിട്ടിയോ? ഉവ്, ലോഡ്ജ് സൂക്ഷിപ്പുകാരൻ അതെനിക്ക് കൊണ്ടുവന്നു തന്നു. അപവാദം ഒഴിവാക്കാൻ എന്നെ ഇവിടെ കാണണമെന്ന് ആഗ്രഹിക്കുന്നെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? തളർന്ന കണ്ണുകളിൽ നിരാശയോടെ എൻ്റെ കൂട്ടുകാരന് നേരെ നോക്കി ചോദ്യത്തിന് ഉത്തരം ഏതാണ്ട് ലഭിച്ച മട്ടിൽ അയാൾ ചോദിച്ചു. ശരിയാണ്, ഹോംസ് പറഞ്ഞു. മക്കാർത്തിയെക്കുറിച്ച് എല്ലാം എനിക്കറിയാം. വൃദ്ധൻ തൻ്റെ മുഖം കൈകളിൽ താങ്ങി. ദൈവം എന്നെ രക്ഷിക്കട്ടെ. അയാൾ തേങ്ങി. എന്നാൽ ആ ചെറുപ്പക്കാരൻ കുഴപ്പം വരാൻ ഞാൻ ഇടയാക്കുകയില്ല. കോടതിയിൽ അത് അയാൾക്കെതിരാവുകയാണെങ്കിൽ ഞാനത് തുറന്നു പറയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു തരാം. നിങ്ങളങ്ങനെ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, ഗൗരവത്തോടെ ഹോംസ് പറഞ്ഞു. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനാണ്. വർഷങ്ങളായി എനിക്ക് പ്രമേഹമുണ്ട്. ഞാനിനി 1 മാസം തന്നെ ജീവിക്കുമോ എന്ന് ഡോക്ടർക്ക് സംശയമാണ്. എന്നാലും ജെയിനേക്കാൾ വീട്ടിൽ കിടന്ന് മരിക്കുന്നതാണ് എനിക്കിഷ്ടം, ടർണർ പറഞ്ഞു. ഒരു കെട്ട് പേപ്പറും കയ്യിലൊരു പേനയുമായി ഹോംസ് എഴുന്നേറ്റ് മേശയ്ക്കരികിലിരുന്നു.
എന്നിട്ട് പറഞ്ഞു, ഞങ്ങളോടിനി സത്യം പറയൂ. ഞാൻ കാര്യങ്ങൾ കുറിച്ച് വയ്ക്കാം. നിങ്ങളതിൽ ഒപ്പിടണം. വാട്സൺ സാക്ഷി നിൽക്കും. മക്കാർത്തി പയ്യനെ രക്ഷിക്കാൻ മറ്റൊരു വഴിയില്ലാതായിരിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ കുറ്റസമ്മതം കാണിക്കാം. അത്യാവശ്യം വന്നെങ്കിലല്ലാതെ ഞാനിത് ഉപയോഗിക്കില്ലെന്ന് ഉറപ്പ് തരാം. അത് മതി, വൃദ്ധം പറഞ്ഞു. കോടതി കൂടും വരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് സംശയമാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമേ ഇല്ല. എന്നാൽ ആലീസിന് ഒരു വിഷമം ഉണ്ടാവാതിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാര്യം വ്യക്തമാക്കി തരാം. നിങ്ങൾക്ക് ഈ മരിച്ച മക്കാർത്തിയെ അറിഞ്ഞുകൂടാ. പിശാചിൻ്റെ മൂർത്തിഭാവമായിരുന്നു അയാൾ. കഴിഞ്ഞ 20 വർഷങ്ങളായി അവൻ്റെ പിടി എൻ്റെ മേലുണ്ടായിരുന്നു. അവൻ എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞു. ഞാൻ എങ്ങനെയാണ് അയാളുടെ കീഴിലായതെന്ന് ആദ്യം പറയാം. 60കളുടെ ആരംഭത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഞാനെന്നൊരു പയ്യനായിരുന്നു. ചോരത്തിളപ്പുള്ള സാഹസികത നിറഞ്ഞ ജീവിതം. ഞാൻ കൊള്ളരുതാത്തവരുടെ കൂട്ടുകെട്ടിലായി. മദ്യപാനം തുടങ്ങി. പേര് കളയത്തക്കവണ്ണം ഓരോന്നായി ചെയ്യാനും തുടങ്ങി. ഖനികളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞു നിർത്തി കൊള്ളയടിച്ചു. ബെല്ലാറാറ്റിലെ കറുത്ത ജാക്ക് എന്ന പേരിലാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. ഒരു ദിവസം ബെല്ലാറാറ്റിൽ നിന്നും മെൽബോണിലേക്ക് അകമ്പടിയോടെ സ്വർണം കൊണ്ടു പോകുന്നുണ്ടെന്ന് ഞങ്ങളവരെ ആക്രമിച്ചു. അവർ 6 കുതിര പട്ടാളക്കാരുണ്ടായിരുന്നു. ആദ്യ ആക്രമണത്തിൽ തന്നെ ഞങ്ങൾ അവരിൽ 4 പേരെ വധിച്ചു. കൊള്ള മുതൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളിൽ 3 പയ്യന്മാർ കൊല്ലപ്പെട്ടിരുന്നു. ഡ്രൈവറുടെ നേർക്ക് ഞാൻ എൻ്റെ തോക്ക് നീട്ടി. അത് ഈ മക്കാർത്തിയായിരുന്നു. പക്ഷെ ഞാൻ അവനെ വെറുതെ വിട്ടു. അവൻ്റെ ക്രൂരമായ കണ്ണുകൾ എൻ്റെ മുഖത്ത് തറഞ്ഞിരിക്കുന്നത് കണ്ടു. ഞങ്ങൾ സ്വർണവുമായി അവിടെ നിന്ന് കടന്നു. ധനികരായി. യാതൊരു സംശയത്തിനും ഇട നൽകാതെ ഇംഗ്ലണ്ടിലേക്ക് പോന്നു. അവിടെ വച്ച് ഞാൻ എൻ്റെ പഴയ കൂട്ടുകാരുമായി പിരിഞ്ഞു. മാന്യനായി ശാന്തനായി കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിച്ച് ഞാൻ ഈ എസ്റ്റേറ്റ് വാങ്ങി. എൻ്റെ ധനം കൊണ്ട് അല്പസ്വല്പം നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എൻ്റെ വിവാഹവും കഴിഞ്ഞു. ഭാര്യ ചെറുപ്പത്തിലെ മരിച്ചുവെങ്കിലും അവൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മകൾ ആലീസിന് തന്നു. ഞാനൊരു പുതിയ മനുഷ്യനായി. കഴിഞ്ഞു പോയതിനൊക്കെ പശ്ചാത്താപം പ്രകടിപ്പിച്ചു തുടങ്ങി. ആയിടെ ഒരു വിവരമറിയാൻ ഞാൻ ടൗണിൽ പോയി. അവിടെ റീജന്റ് സ്ട്രീറ്റിൽ വെച്ച് മക്കാർത്തിയെ കണ്ടു. ഭീഷണിയുടെ സ്വരത്തിൽ അയാൾ സംസാരിച്ചു. അയാളെയും മകനെയും എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ അവർ വെസ്റ്റ് കൺട്രിയിലെത്തി. പിന്നെ പോകുന്ന പ്രശ്നമേ ഉണ്ടായില്ല. എനിക്കുണ്ടായിരുന്നതിൽ ഒന്നാം തരമായ സ്ഥലത്ത് വാടകയില്ലാതെ അവർ താമസമാക്കി. എനിക്ക് സമാധാനമോ വിശ്രമമോ മറവിയോ ഉണ്ടായില്ല. എവിടെ തിരിഞ്ഞാലും അവിടെയൊക്കെ അയാളുടെ മുഖം എൻ്റെ മുൻപിലുണ്ടാകും. ആലീസ് വളർന്നതോടെ ഭീഷണിയും വളർന്നു വന്നു. കാരണം അവൾ എൻ്റെ പഴയ ചരിത്രം അറിയുന്നത് ഞാൻ ഭയപ്പെടുന്നുവെന്ന് അവൻ അറിഞ്ഞു. അയാൾക്ക് എന്ത് വേണമെങ്കിലും ആകാമായിരുന്നു. എന്താണെങ്കിലും ഒന്നും ചോദിക്കാതെ ഞാൻ കൊടുത്തിരുന്നു. ഭൂമി, ധനം, വീടുകൾ എല്ലാം. എന്നാൽ ഒടുവിൽ എനിക്ക് കൊടുക്കാൻ വയ്യാത്ത ഒന്ന് അവൻ ചോദിച്ചു. എൻ്റെ ആലീസിനെ, എൻ്റെ മകളെ അവൻ്റെ മകന് കൊടുക്കില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. തടാകത്തിനടുത്തായി ഞങ്ങളുടെ വീടിന് മധ്യത്തിൽ വെച്ച് ഈ വിഷയം സംസാരിക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ മകനുമായി സംസാരിക്കുന്നത് കണ്ടു. അതിനാൽ ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് ഒരു മരത്തിന് പിന്നിൽ അവൻ ഒറ്റയ്ക്കാവും വരെ നിന്നു. എന്നാൽ അവരുടെ സംസാരം ശ്രദ്ധിച്ചു നിന്നപ്പോൾ എന്നിൽ ക്രൂരചിന്തകൾ ഉയർന്നു വന്നു. എൻ്റെ മകളെ വിവാഹം ചെയ്യണമെന്ന് അവൻ ആ പയ്യനെ നിർബന്ധിച്ചു. ഞാൻ വിലമതിക്കുന്ന സർവവും ഇതോടെ ഇവൻ്റെ പിടിയിലാവും. ഈ ചിന്ത എന്നെ ഭ്രാന്തനാക്കി. ആ ഉടമ്പടി എനിക്ക് തകർത്തുകൂടെ? ഞാൻ ഏതായാലും മരിക്കാറായ ഒരുവനാണ്. എൻ്റെ വിധി നിർണയിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് എനിക്കറിയാമായിരുന്നു. ഞാനത് ചെയ്തു, മിസ്റ്റർ ഹോംസ്. വിഷമുള്ള ക്രൂരമായ ഒരു ജന്തുവിനെ എന്നവണ്ണം ദയലേശം പോലുമില്ലാതെ ഞാൻ അവനെ അടിച്ചിട്ടു. അവൻ്റെ കരച്ചിൽ മകനെ തിരിച്ചു കൊണ്ടുവന്നു. എന്നാൽ ഓട്ടത്തിനിടയിൽ വീണുപോയ എൻ്റെ കോട്ടയെടുക്കാൻ ഞാൻ രണ്ടാമത് ചെല്ലേണ്ടി വന്നു. അതാണ് ഉണ്ടായ സത്യം. ശരി, ഞാനല്ല വിധി പറയേണ്ടത്. എഴുതി തീർന്ന പ്രസ്താവനയിൽ വൃദ്ധൻ ഒപ്പിടുന്നതിനിടയിൽ ഹോംസ് പറഞ്ഞു, പിന്നെ നിങ്ങളെന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? നിങ്ങളുടെ ആരോഗ്യം പരിഗണിക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ല. നിങ്ങളുടെ കുറ്റസമ്മതം ഞാൻ സൂക്ഷിക്കാം. മക്കാർത്തിയെ ശിക്ഷിക്കുകയാണെങ്കിൽ ഞാനത് ഉപയോഗിക്കാൻ നിർബന്ധനായേക്കും. അല്ലെങ്കിൽ ഒരു മനുഷ്യനും ഒരിക്കലും ഇത് കാണുകയില്ല. നിങ്ങൾ ജീവിച്ചാലും മരിച്ചാലും ഈ രഹസ്യം ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. ശരിയെങ്കിൽ പോട്ടെ, ശാന്തനായി വൃദ്ധൻ പറഞ്ഞു.
കാലിടറി എന്ന വണ്ണം അയാൾ പതുക്കെ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഷെർലക് ഹോംസ് എഴുതി തയ്യാറാക്കി പ്രതിഭാഗം വക്കീലിന് നൽകിയ നിരവധി തടസ്സവാദങ്ങളുടെ പിൻബലത്താൽ ജെയിംസ് മക്കാർത്തിയെ കോടതി വെറുതെ വിട്ടു. ഞങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 7 മാസം കൂടി വൃദ്ധനായ ടർണർ ജീവിച്ചു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. ആ മകനും മകളും സന്തോഷത്തോടുകൂടി അവരുടെ ഭൂതകാലത്തെ കറുത്ത അധ്യായങ്ങളറിയാതെ ജീവിച്ചു പോരുന്നു. തുടരും.